ലോകത്തെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള മനുഷ്യരുടെ ഉറക്കം കെടുത്തുന്ന ആ നിമിഷം വന്നെത്തിയിരിക്കുകയാണ്. അതെ, ലോകത്തെ ഞെട്ടിച്ച ജെഫ്രി എപ്സ്റ്റീൻ ഫയലുകൾ ഒടുവിൽ പുറത്തു വന്നിരിക്കുകയാണ്. 2026 തുടക്കത്തിൽ അമേരിക്കൻ നീതിന്യായ വകുപ്പ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് പുറത്തുവിട്ട ലക്ഷക്കണക്കിന് രേഖകൾ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. 5 വർഷം മുമ്പ് മാൻഹട്ടൻ ജയിലിലെ തടവറയിൽ എപ്സ്റ്റീൻ മരിക്കുമ്പോൾ അയാൾ കൂടെ കൊണ്ടുപോയത് ലോക നേതാക്കളുടെയും ശതകോടീശ്വരന്മാരുടെയും അന്ധകാര രഹസ്യങ്ങളായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന 2000-ലധികം വീഡിയോകളും ലക്ഷക്കണക്കിന് ഇമെയിലുകളും ആ രഹസ്യങ്ങളുടെ ചുരുളഴിക്കുന്നു. എന്തൊക്കെയാണ് ഈ ഫയലുകളിലുള്ളത്, ആരൊക്കെയാണ് കുടുങ്ങാൻ പോകുന്നത്, പരിശോധിക്കാം. ഈ ഫയലുകളിൽ ഏറ്റവും ഞെട്ടിക്കുന്നത് എപ്സ്റ്റീന്റെ ഒരു വീഡിയോ ഇന്റർവ്യൂ ആണ്. തന്റെ സമ്പത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അയാൾ നൽകുന്ന മറുപടികൾ ഭയപ്പെടുത്തുന്നതാണ്. ഇന്റർവ്യൂവർ ചോദിക്കുന്നു, നിങ്ങൾ തന്നെയാണോ പിശാച് എന്ന്. എപ്സ്റ്റീന്റെ മറുപടി ഇങ്ങനെയാണ്: അല്ല, പക്ഷേ എനിക്കൊരു നല്ല കണ്ണാടിയുണ്ട് എന്ന നിഗൂഢമായ ഒരു മറുപടിയാണ് എപ്സ്റ്റീൻ നൽകിയത്. ശരിക്കും ഈ ഇന്റർവ്യൂ സഹിതമുള്ള ദൃശ്യങ്ങൾ എപ്പോൾ അല്ലെങ്കിൽ എന്തിനാണ് റെക്കോർഡ് ചെയ്തത് എന്നതിനെക്കുറിച്ച് രേഖകളോ മറ്റു വിവരങ്ങളോ ഇല്ല. താൻ ലോകത്തിലെ ഏറ്റവും മോശം വ്യക്തികളെ സഹായിച്ചാണ് പണം ഉണ്ടാക്കുന്നത് എന്ന ആരോപണത്തോട് ധാർമ്മികത എപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആയ വിഷയമാണ് എന്നാണ് എപ്സ്റ്റീൻ പ്രതികരിച്ചത്. തന്റെ പണം ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും പോളിയോ നിർമ്മാർജ്ജനത്തിനായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് അയാൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിന് പിന്നിലെ ലക്ഷ്യങ്ങൾ ദുരൂഹമാണ്. കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീന്റെ പക്കലുണ്ടായിരുന്ന അതീവ രഹസ്യ രേഖകൾ US നീതിന്യായ വകുപ്പ് DOJ 2026 ജനുവരി 30 പുറത്തുവിട്ടു. പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ, ലോകത്തിലെ ശതകോടീശ്വരന്മാർ, ബിസിനസ് പ്രമുഖർ എന്നിവരുമായുള്ള എപ്സ്റ്റീന്റെ അടുത്ത ബന്ധം വ്യക്തമാക്കുന്നതാണ് ഈ വിവരങ്ങൾ. രേഖകളുടെ അളവ് അല്ലെങ്കിൽ എണ്ണം എന്നൊക്കെ പറയുന്നത് ഞെട്ടിക്കുന്നതാണ്. 30 ലക്ഷത്തിലധികം പേജുകൾ, 2000-ലധികം വീഡിയോകൾ, 1.8 ലക്ഷം ചിത്രങ്ങൾ. ലോക നേതാക്കളും പ്രശസ്ത വ്യക്തികളും ഈ പട്ടികയിലുണ്ട്. 2026 ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിനെ തുടർന്നാണ് ഈ രേഖകൾ പൂർണ്ണമായി പുറത്തുവിട്ടത്. ഈ ഫയലുകളിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട പേരുകളിൽ ഒന്ന് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ പ്രിൻസ് ആൻഡ്രൂവിന്റേതാണ്. പ്രിൻസ് ആൻഡ്രൂവിനെതിരെ ഒരു പുതിയ വെളിപ്പെടുത്തൽ കൂടി ഇതിലുണ്ട്. 2010 എപ്സ്റ്റീൻ അയച്ച ഒരു യുവതിക്കൊപ്പം റോയൽ ലോഡ്ജിൽ വെച്ച് താൻ സമയം ചെലവഴിച്ചു എന്ന് മറ്റൊരു സ്ത്രീ കൂടി ആരോപിക്കുന്നുണ്ട്. കൂടാതെ എപ്സ്റ്റീനും ആൻഡ്രൂവും തമ്മിലുള്ള ഇമെയിൽ സംഭാഷണങ്ങൾ അവരുടെ അടുത്ത ബന്ധം വ്യക്തമാക്കുന്നതാണ്. നമുക്ക് ബക്കിംഗ്ഹാം പാലസിൽ വെച്ച് പ്രൈവറ്റ് ആയി ഡിന്നർ കഴിക്കാമെന്ന് ആൻഡ്രൂ എപ്സ്റ്റീന് മറുപടി നൽകുന്നുണ്ട്. കൂടാതെ പ്രിൻസ് ആൻഡ്രൂ 5 സ്ത്രീകളുടെ മടിയിൽ ഇരിക്കുന്നതായും മറ്റും കാണിക്കുന്ന അശ്ലീലം എന്ന് പറയാവുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്.